ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. എനിക്കിന്ന് കുറച്ച് നല്ല പഴുത്ത ചക്ക കിട്ടി. നല്ല മധുരവും നല്ല ടേസ്റ്റുള്ളൊരു ചക്കയായിരുന്നു. അപ്പോൾ ആദ്യം തിന്നാന്നാണ് വിചാരിച്ചത്. പിന്നെ ഓർത്ത് വേണ്ട, ഒരു പ്രഥമൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചക്ക വെച്ചിട്ടുള്ളൊരു പ്രഥമൻ. ഓണമൊക്കെ അടുത്ത് വന്നിരിക്കണതല്ലേ, 2-3 ദിവസം കഴിഞ്ഞാൽ ഓണമാണ്. അപ്പം നമ്മുടെ പായസത്തിലെ ഫസ്റ്റത്തെ പായസം ചക്കപ്രഥമൻ തന്നെ ഉണ്ടാക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പം നമ്മുടെ ചക്കപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ചക്കയുടെ കുരുവെല്ലാം കളഞ്ഞു വെച്ചതാണ്. ഒരു 2 പ്രാവശ്യം ഇട്ടിട്ട് അടിച്ച് നമുക്ക് ഇതൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. ഞാനിവിടെ ഒരു ഉരുളിയാണ് വെച്ച് കൊടുത്തേക്കണത്. അതിനകത്തേക്ക് നമ്മുടെ അരച്ചു വെച്ചേക്കണ ചക്ക ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂണ് നമ്മുടെ നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ. 6 kg ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വരട്ടിയെടുക്കുക. അത് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാതെയാണ് അടിച്ചെടുത്തത്, മിക്സിയിലിട്ട് അടിച്ചെടുത്തത്. പക്ഷെ ചക്കൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിപ്പോകാനാണ് അതൊന്ന് വരട്ടിയെടുക്കുന്നത്. നെയ്യിടുമ്പോൾ ഇതൊന്നും ഇതിൻ്റെ അടിയൊന്നും പിടിക്കുകയൊന്നുമില്ല, പെട്ടെന്ന് വറ്റി വരും. വെള്ളമൊക്കെ നല്ലോണം വറ്റി വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഞാനിവിടെ ഒരു 3/4 കിലോ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ശർക്കര ഉരുക്കിയിട്ട് അത് വെച്ചതാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കട്ട ആയിട്ട് ഇങ്ങനെ കിടക്കും. അവിടെ ശർക്കര പാനി ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് നല്ലോണം വറ്റിച്ചെടുക്കാം. നല്ലോണം ഒന്ന് തിളച്ച് നല്ലതുപോലെ കുറുകി വരട്ടെ കേട്ടോ. നമ്മുടെ ശർക്കരപ്പാനി ചക്കയുടെ മിക്സും കൂടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലോണം വറ്റി വരട്ടെ കേട്ടോ. ഇത് നല്ലോണം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തേക്കണത്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാലാണ്, അത് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് പാലിൽ സെക്കൻഡ് പാലിൽ നിന്നില്ല, രണ്ടും കൂടെ ഒരുമിച്ചാക്കിയിട്ട് നല്ല കുറുക്ക് തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. അതാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഞാനിവിടെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 3-4 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇരിക്കും തോറും ഇതൊന്ന് കുറുകി വരുന്ന പായസം ആയതുകൊണ്ടിട്ട് നമുക്ക് തീ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഓഫാക്കാം. നമ്മുടെ ചക്കപ്പായസം നല്ലതുപോലെ തിളക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് നമ്മുടെ ചുക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കണ്ടേ. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നമ്മുടെ പായസമൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 2-3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട്.
അതിനകത്തേക്ക് ഞാൻ കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കുന്നു. ഒരു കളറൊന്ന് മാറുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് നമ്മുടെ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പായസം റെഡി ആയിട്ടുണ്ട്. ചക്കപ്രഥമൻ നമുക്ക് ചൂടോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുക. അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വിളമ്പിയാൽ മതി. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കപ്പായസമാണ്. നമുക്ക് ലാസ്റ്റ് ഇതിനകത്ത് കുറച്ച് നല്ല ജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റിയായ ചക്കപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ പ്രഥമന്. ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കണേ. അപ്പം ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഇനി കാണാം.